എന്ത് തോന്നി പാടിയിട്ട്? നന്നായിരുന്നു തോന്നി. ചോദിക്കാം നമുക്ക്. ശരത് സർ, മോളെ നല്ല പാട്ട് കേട്ടോ. മോളെ തൊണ്ടയ്ക്ക് അടപ്പുണ്ടോ? അതെങ്ങനാണ്? ചെറിയ അടപ്പെന്ന് പറഞ്ഞ ഈ ബന്ധിനൊക്കെ അടയ്ക്കുന്നോണോ? അടപ്പുണ്ട്. അത് പറ. അത് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ മോളെ ഈ താരിത്തീരി നീനാന അതൊരു സിമ്പിളാന്ന് തോന്നുന്നു. പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് മോക്ക് അനുപല്ലവയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് കൈവിട്ട് പോവുക, തെന്നി കളിക്കുക. എന്തു പറ്റി? ഞാൻ ചോദിക്കല്ലേ, പറയൂ. അല്ല മോളെ, അത് ഫീൽ ചെയ്തോ? മോക്ക് കൺട്രോളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മായപ്പൻ, യഥാർത്ഥമായിട്ട് മായപ്പന്മാൻ കണ്ടുകിട്ടാതെ ഓടിക്കളിക്കുന്നത്. അത് ശരിയാക്കണം. അതുപോലെ പിന്നെ അനുപല്ലവി ഒന്ന് പാടാമോ മോളെ? അത് ജസ്റ്റ് അങ്ങോട്ട് വന്നേക്കണം. നീനാ എന്നാക്കി ഇട്ടുകളായിരുന്നു. അത് ആ ബെൻഡ് മോക്കെ നമുക്ക് ഫീൽ ചെയ്യാമെങ്കിലും വേണം. കേൾവിക്കാരന് മോൾ ആ നോട്ടിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ തോന്നിപ്പിക്കണം. അവിടെ കൊണ്ടുവന്ന് നീനേ തീരീനീ അങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങോട്ടാണ് ആ സഞ്ചാരപഥം എന്നൊന്ന് കാണിക്കുകയെങ്കിലും വേണം. മോളെ ഒന്ന് പാടാമോ? ആ ജസ്റ്റ് ബെൻഡ് അങ്ങോട്ട് ആക്കിയാൽ മതി കേട്ടാ. അതേ ഉള്ളു. പിന്നെ ഈ അനുപല്ലയുടെ സെക്കൻഡ് ഹാഫും കുറച്ച് ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു മോക്കത് ഫീൽ ചെയ്തോ? എല്ലാം ഫീൽ ചെയ്തല്ലേ? അല്ല മോളെ, അത് ശരിയായിക്കണം കേട്ടോ. അത് ചിലർ എന്തിനാണ് ഈ കമ്പോസേഴ്സ് അങ്ങനെ ചില ഐറ്റങ്ങൾ വെക്കുന്നത്? അത് അവിടെ അങ്ങനെ ബെൻഡ് ചെയ്തില്ലെങ്കിൽ പാട്ടാവത്തില്ല എന്ന് ചോദിച്ചാൽ ഒരു കമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം ആവത്തില്ല. അവർക്കത് വേണം. അങ്ങനൊന്നുമില്ല ചില പാട്ടുകൾക്ക്. ടങ് 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 ഒരു സന്തൂർ മാത്രം. അതെന്ത് രസമാണ്. ആ പാട്ടിനെ ഇങ്ങനെ എലിവേറ്റ് ചെയ്യും. അല്ലാതെ ജോൺസേട്ടൻ വയലിനിസ്റ്റ് അറിയാമോ മോക്ക്? നിങ്ങൾക്കൊക്കെ ഒരു ഗിറ്റാറിസ്റ്റായിട്ട് അറിയുമല്ലേ? അദ്ദേഹം വയലിനിസ്റ്റാണ്. അപ്പോൾ ഒരു വയലിൻ റൺ സെറ്റ് ചെയ്യാൻ ജോൺസേട്ടൻ അറിയാൻ കഴിഞ്ഞിട്ടാണ്. ചില പാട്ടുകൾ നമ്മൾ ചില പാട്ട് അത് എനിക്ക് തോന്നുന്നത് ആ കമ്പോസർ ഒറിജിനൽ മെലഡി കമ്പോസ് ചെയ്തേക്കുന്ന കമ്പോസർ അല്ലാതെ ആരും അറേഞ്ചർ ചെയ്തതായിട്ട്. കാര്യം ആ പാട്ടും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഒരു അമ്മായിയമ്മയും മരുമോളെയും പോലെ ഇരിക്കുന്നു അറേഞ്ച്മെൻറ്റും പാട്ടും. നീന കണ്ടോനാ ഇതാണ് പാട്ടെന്ന് ചോദിക്കും. ഇതല്ല പാട്ട്. ഇതെനിക്കിപ്പോൾ തോന്നിയ എന്തോരണം പാടുക. അത് പേടിച്ചു പോയ പാട്ട് കേട്ടിട്ട്. ആദ്യം ചുമ്മാ ഒരു ഹാർപ്പിട്ടിട്ട് ആ മെലഡി ഉണ്ട്, അത് പാട്ട് പാടിയാൽ ചിലപ്പോൾ ഇത് ചെയ്തവർക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരണം ഏതാണ് മോളെ. അത് കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഔചിത്യമാണ്. അദ്ദേഹത്തിന് ഓർക്കസ്ട്ര കിട്ടാത്തോ അതൊന്നും അല്ല. ഇതാ വേണ്ടത്. അതാണ് ജോൺസേട്ടൻ. അത് മനസ്സിലാക്കുക. അപ്പം മോളെ ചില ഐറ്റങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത് അതുപോലെ പാടണം. ഇവിടെ നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു ജോൺസേട്ടൻ കേട്ടോ. അതും ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ചക്കരെ, നന്നായിട്ട് എൻ്റെ പണി മോളെ കുറച്ചുകൂടെ ശരിയാക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. താങ്ക് യു ശരത് സാർ. വിജയ് ചേട്ടാ. ദേവന എത്ര വയസ്സായി? 11. അപ്പോൾ ദേവനൊക്കെ ഇനിയും ഞാൻ എപ്പോഴും പറയണത് 11 വയസ്സിലൊക്കെ ലൈക്ക് ഇവർ ഇത്രയും തന്നെ പാടുന്നതൊക്കെ വലിയ കാര്യമാണ്. ബിക്കോസ് കോമ്പറ്റീഷൻ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ജോൺസൺ മാഷ് പോലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ പാട്ടുകളൊക്കെ ഇവർക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ യു ലേൺ സോ മച്ച്. ഇവരുടെയൊക്കെ ട്യൂണും ഇവരുടെ ആ കമ്പോസിഷനൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഈവൻ മലയാളത്തിൽ അത്രയും നല്ല പാട്ടുകളും അവരുടെ ലിറിക്സിൻ്റെ ബ്യൂട്ടി എല്ലാം നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ, ഇങ്ങനത്തെ കോമ്പറ്റീഷനൊക്കെ വരുമ്പം പഠിക്കാൻ പറ്റുന്നത് വലിയൊരു പ്ലസ് ആണ്. സോ വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നന്നായിട്ട് പാടി. ഈ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പാട്ടുകാർക്ക് ഏറ്റവും ഐ തിങ്ക് നമ്പർ 1 തിങ് ശ്രുതി. നമ്മുടെ വോയിസ് എന്നുള്ളത് ഓരോ ആൾക്കാർക്ക് ഇപ്പം
ഒരു അമേസിങ് സിംഗറും കൂടെയാണ്, നോട്ട് ജസ്റ്റ് എ മ്യൂസിക് കമ്പോസർ മാത്രമല്ല. ആൻഡ് ഷാൻ അതുപോലെ തന്നെ പാടുകയും ചെയ്യും. ലൈക്ക് ഓൾ ത്രീ ഓഫ് us ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വോയിസസ് അല്ലേ? ആർക്കും ഒരേ സിമിലർ വോയിസസ് അല്ല. ഇന്നാളുടെ വോയിസ് ഇങ്ങനെ ഇരിക്കണം എന്ന് ആർക്കും പറയാനും പറ്റില്ല. മോൾക്ക് മോളുടേതായ ഒരു പ്ലസ് ഉണ്ട്, മോളുടെ വോയിസിൻ്റെ ഒരു സർട്ടൻ ഒരു ബ്യൂട്ടി ഉണ്ട്, ഒരു ഹസ്കിനെസ് ഉണ്ടാവും ചിലപ്പോൾ നാച്ചുറലായിട്ട്. അപ്പോൾ അത് ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതല്ലാണ്ട് ടെക്നിക്കലി ഈ പറയുന്ന പോലെ നമ്മുടെ ശ്രുതി അതൊക്കെ ആണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. പിന്നെ ഫീൽ, ആൻഡ് അത് നമ്മുടെ ഓരോ എക്സ്പീരിയൻസിന് അനുസരിച്ച് അത് കൂടത്തേ ഉള്ളൂ. സോ ശ്രുതി അപ്പോൾ ഈ പ്രായത്തിൽ എസ്പെഷ്യലി ജസ്റ്റ് ആ ശ്രുതി ബോക്സ് ഇട്ടിട്ട് തന്നെ അത് ഇങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ മേർജ് ചെയ്ത് പാടാൻ നോക്കുക. ശരത് സാർ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ആ ലോങ് നോട്ട്സ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഡിഫറൻസ് അറിയാൻ പാടില്ല. അതിൽ യുനോ ലൈക്ക് യു ആൻഡ് ശ്രുതി ബോക്സ് ഇങ്ങനെ ഒന്നാവണം എന്നുള്ള പറയണ പോലെ. സോ അത് നിങ്ങൾ ഈ പ്രായത്തിൽ ഇഫ് യു റിയലി വോണ്ട് ബിക്കം എ സിംഗർ എന്നുള്ളതിനെ പറ്റിയാണ് പറയണത്. ഫണ്ണിനാണെങ്കിൽ ദെൻ യു ക്യാൻ ജസ്റ്റ് ഹാവ് ഫൺ. പക്ഷേ യു ക്യാൻ സ്റ്റിൽ ഹാവ് ഫൺ ബൈ എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വിജയ് ചേട്ടാ. ഷാനിക്ക, ദേവന ഓ കുറച്ചുകൂടെ ശരിയാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പാടി കേട്ടോ, പാടിയിട്ടില്ല എന്ന് പറയുന്നില്ല. ഈ ഒരു അടപ്പ് കാരണം ഉണ്ടായ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ആ മായ പൊന്മാനയുടെ ആ ഒരു അതുണ്ടല്ലോ, അത് ഡിഫൈൻ ചെയ്യണം ആ നോട്ട്. അത് വഴുതി പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറ്റേ അത് കഴിഞ്ഞിട്ട് വരുന്ന നീലക്കൺ ആ ഒരു ബേസ് പോകുന്നത് അത് ടച്ച് ചെയ്തില്ല. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ നേരത്തെ ശരത്തേട്ടൻ കറക്റ്റ് ചെയ്ത ആ ഒരു സംഭവം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്ക് ചോദിക്കാം. യെസ് ശരത് സാർ. യെസ്, നമ്മൾ ഇനി അടുത്തത് വെച്ച് അലക്കണം. എന്ന് അലക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ 7.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 8. താങ്ക് യു സർ. യെസ്, അപ്പൊ ടോട്ടൽ 15.5 മാർക്സ്. ഓക്കെ, ഇനി നമുക്ക് സെലിബ്രേഷൻ റൗണ്ട് ഉണ്ട്, തകർക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷാനിക്ക, ശരത് സാർ, എന്തോ So much disturbance. Why? വിജയ് ചേട്ടാ. എന്നെന്തിനാ ഇതിൽ വലിച്ചു കയറ്റുന്നത്? അങ്ങനെയല്ല, ഞാൻ പോവാ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല, ഞാൻ പോവാ. എപ്പിസോഡ് കഴിഞ്ഞു. Oh, Excuse me, guys. കഴിഞ്ഞോ? Yeah. You're done. Oh my God, congratulations. Yay! Congratulations to both of you. ഞാൻ പോട്ടെ. ബൈ ഗുഡ് നൈറ്റ്. ബൈ. Ni pa maga sa